ഈ പുതുവത്സരത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രവും ഭാഷയും വിശ്വാസവും കലയും ഒക്കെ ഒത്തുചേരുന്ന വെള്ളൂരിൻ്റെ ആത്മാവായ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറൈൻ പള്ളിയെക്കുറിച്ചാണ്. ഈ പള്ളി ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു പാരമ്പര്യ സ്മാരകമാണ്, അതായത് ഒരു മ്യൂസിയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയമായി മാറിയ പള്ളിയുടെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1506 നോർത്തേൺ സ്പെയിനിലെ നവാരയിലെ സേവിയർ കാസിലിൽ ജനിച്ച ഒരു കത്തോലിക് മിഷണറിയും പിന്നെ ജിസൂയിസ്റ്റ്, അതായത് സൊസൈറ്റി ഓഫ് ജീസസ് കോ ഫൗണ്ടറുമായ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചേക്കുന്നത്. പക്ഷേ അത് സാധ്യമാക്കിയത് ജർമ്മനിയിൽ നിന്നുള്ള ജെസ്യൂട്ട് പുരോഹിതനായ അർണോസ് പാതിരി എന്ന് വിളിക്കുന്ന ജോൺ ഏർണസ്റ്റ് ഹാക്സ്ലെഡൻ ആണ്. 1712 ഡിസംബർ 3, അതായത് 1712 ഡിസംബർ 3 കേരളത്തിൽ വേലൂരിൽ ഈ പള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പള്ളി വേലൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ അർണോസ് പാതിരിയുടെ ദൗത്യം മതപരം മാത്രമായിരുന്നില്ല, ഭാഷാപരവും സാംസ്കാരികപരവുമായിരുന്നു. വേളൂർ എന്ന ഗ്രാമം തനതായ സംസ്കാരവും മതപരമായ സഹിഷ്ണുതയും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തന്നെ പള്ളി സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത്. അതിനുശേഷം അർണോസ് പാതിരി മലയാളം പഠിച്ചു. അദ്ദേഹം വേളൂരിൻ്റെ നാട്ടുകാരുമായി ജീവിച്ചു, അവരുടെ ഭാഷയിൽ പ്രാർത്ഥിച്ചു, അവരുടെ സംസ്കാരത്തിൽ ലയിച്ചു, മലയാളത്തിൽ കാവ്യങ്ങൾ രചിച്ചു. അങ്ങനെ അവരിൽ ഒരാളായി അദ്ദേഹം മാറി. ആദ്യത്തെ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്തൻ പാന എന്ന കാവ്യം ഇന്നും മലയാള ക്രിസ്ത്യൻ സാഹിത്യത്തിൻ്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം എഴുതിയ പുത്തൻ പാന, ചതുരാഗം, ദൈവമാതാവിൻ്റെ പാന തുടങ്ങിയ കൃതികൾ മലയാളത്തിലെ ആദ്യ ക്രിസ്ത്യൻ കാവ്യങ്ങളായി മാറുകയും മലയാള ഭാഷയെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാവ്യഭാഷയാക്കി മാറ്റുകയും ചെയ്തു. നാട്ടുകാരൊക്കെ പറയുന്ന കഥകൾ വെച്ചിട്ട് പാതിരിയുടെ എഴുത്തുകൾക്ക് അതിമാനുഷിക ശക്തി ഉണ്ടായിരുന്നെന്നും പിന്നെ ചിലർ പറയുന്നത് വെച്ചിട്ട് പുത്തൻ പാന പാടുമ്പോൾ മഴ പെയ്യും, കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ വരും എന്നൊക്കെയാണ്. ഇത് അദ്ദേഹം നാട്ടുകാരെ മതപരമായി മാത്രമല്ല ഭാഷാപരമായും കാവ്യപരമായും സാംസ്കാരികമായും ഉണർത്തിയതിൻ്റെ തെളിവുകളായിട്ട് കണക്കാക്കാം. സെയിൻറ്റ് സേവിയർ ഫൊറൈൻ പള്ളി പിന്നീട് 4 വേറെ ഫൊറൈൻ പള്ളികൾക്ക് മാതൃപള്ളിയായി. അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിയും ആത്മീയ ഗൗരവവും ചരിത്രപരമായ പ്രസക്തിയും ഒക്കെ തന്നെ ഈ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇനിയൊരു ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ വെളൂർ മരുമക്കൽ സമരം എന്ന ബ്രസ്റ്റ് ക്ലോത്ത് റിബല്യൻ്റെ സാക്ഷി കൂടിയാണ് ഈ പള്ളി. അതായത് താഴ്ന്ന ജാതിക്കാരികളായ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലായിരുന്ന കാലത്ത് ഈ പള്ളി ഈ ഒരു സമരത്തിന് ഒരു നിശബ്ദ പിന്തുണയായി നിലകൊണ്ടു. അർണോസ് പാതിരിയുടെ സമത്വ ചിന്തയാണ് ഈ സമരത്തിന് ആത്മീയ ഊർജം നൽകിയതെന്നും പറയപ്പെടുന്നു. പള്ളിയുടെ അടിയിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നും മതപരമായി പീഡിതരായവർക്ക് അഭയം നൽകാനായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നുവെന്നും കഥകളുണ്ട്. ഇനി നമുക്ക് ജർമ്മനിയിൽ ജനിച്ച് വേളൂരിൽ ജീവിച്ച് മലയാളത്തിൽ കവിതകൾ രചിച്ച് മലയാളികളുടെ സ്വന്തമായിട്ട് മാറിയ അർണോസ് പാതിരി എന്ന ഫാദർ ജൊഹാൻ ഏർണസ്റ്റ് ഹാക്സ്ലെഡൻ ആരായിരുന്നെന്നും നമുക്ക് നോക്കാം. 1681 ജർമ്മനിയിൽ ഓസ്റ്റർ ക്യാപ്പിൽ ജനിച്ച ജൊഹാൻ 1699 ജിസ്യൂട്ട് ദൗത്യത്തിനായിട്ട് ഇന്ത്യയിലേക്ക് യാത്ര തുടങ്ങിയത്. ഒരു വർഷത്തിന് ശേഷം 1700 ഇന്ത്യയിലെ സൂറത്തിലെത്തി ഇദ്ദേഹം സമ്പല്ലൂർ സെമിനാരിയിലാണ് വൈദിക പഠനം നടത്തിയത്. അത് 1706 ഏകദേശം കഴിയുന്നത്. അതിനുശേഷം 1710, അതായത് 1710 അർണോസ് പാതിരി വേളൂരിലെത്തുന്നത്. പിന്നീട് 2 വർഷത്തിന് ശേഷം 1712 ഡിസംബർ 3 അദ്ദേഹം സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറൈൻ ചർച്ച് സ്ഥാപിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു പള്ളി പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല. പള്ളി നിർമ്മാണത്തിനായിട്ട് 3 രാജാക്കന്മാരിൽ നിന്ന് അനുമതി വാങ്ങേണ്ടി വന്നു. ആദ്യ രാജാവ് തന്നെ അത് എതിർത്തു. പിന്നീട് ഗവർണർ ഡി ബെർണാഡ് കെറ്റിലിനുടെ ഇടപെടലിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതും ഇതിന് അനുമതി ലഭിച്ചതും. പിന്നീട് അർണോസ് പാതിരി മലയാളം, സംസ്കൃതം, സിറിയാക്ക് ഭാഷകൾ പഠിച്ച് പുത്തൻ പാന എഴുതി. പുത്തൻ പാന എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ മലയാളത്തിലെ ആദ്യ ക്രിസ്ത്യൻ കാവ്യമാണ്. പിന്നെ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, മലയാളത്തിലെ ആദ്യ നിഘണ്ടു എഴുതിയതും ഇദ്ദേഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. Though trials cloud my view, still in the night, your love is light, guiding my soul anew. Closer, Lord, to you. When sorrow fills the day and hope seems far away, your gentle voice
makes hearts rejoice, calling me home to stay closer, oh Lord, to you. Though paths may twist and win, your grace I always find. In storm or peace, your love won't cease, faithful and ever kind, closer, oh Lord, to you. And when my journey ends, with angels, saints, and friends, I'll rise and sing before my King, joy that no time suspends, closer, oh Lord, to you. When sorrow fills the day and hope seems far away, your gentle voice makes hearts rejoice, calling me home to stay closer, oh Lord, to you. Though paths may twist and win, your grace I always find. In storm or peace, your love won't cease, faithful and ever kind, closer, oh Lord, to you. Closer, oh Lord, to you. Though paths may twist and wend, your grace I always find. In storm or peace, your love won't cease, faithful and ever kind, closer, oh Lord, to you. ഇനി അർണോസ് പാദ്രിയുടെ അവസാന കാലത്തെ കഥകൾ എടുക്കുകയാണെങ്കിൽ അർണോസ് പാദ്രിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചവരെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമോ അതോ പ്രൂഫോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു കള്ളിഷാപ്പിലെ സ്ത്രീയാണ് ഈ ഗൂഢാലോചന കേട്ട് അദ്ദേഹത്തെ രക്ഷിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പാഴുവിലേക്ക് എന്ന സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടെന്നും അവിടെ 1732 അന്തരിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്ന സ്ഥലവും പാഴുവിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. വെള്ളൂർ പള്ളി ഇപ്പോൾ ഒരു പാരമ്പര്യ മ്യൂസിയമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ, കത്തുകൾ, ഭാഷാശാസ്ത്ര രേഖകൾ എല്ലാം തന്നെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പള്ളി എന്നാണ് മ്യൂസിയം ആക്കിയിരിക്കുന്നത് എന്നുള്ളതിന് വലിയ രേഖകളൊന്നുമില്ല. പക്ഷേ ആർ ചന്ദ്രൻ പിള്ളയുടെ 2001 പബ്ലിഷ് ചെയ്തേക്കുന്ന എ ഹാൻഡ് ബുക്ക് ഓഫ് പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻറ്റ്സ് ഇൻ കേരളയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മോണ്യുമെൻറ്റ് നമ്പർ ഒന്നും തന്നെ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.